ഇന്ന് ആശ്വാസമായ ഒരു ദിവസമാണല്ലോ. ബിന്ദുവിനെതിരെ ഉണ്ടായിരുന്ന മോഷണ ആരോപണം അതങ്ങനെയല്ല എന്ന് തെളിഞ്ഞ ദിവസമാണ്. അത് പോലീസ് സേന തന്നെ, ക്രൈംബ്രാഞ്ച് തന്നെ കണ്ടെത്തുകയാണ്. പോലീസുകാർക്ക് പറ്റിയ പിഴവ് അത് തിരുത്താതെ ആ മോഷണക്കുറ്റം ആരോപിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമായിരുന്നു. ആ പോലീസുകാർ ഇനി സേനയിൽ തുടരരുത് എന്നാണ് ബിന്ദു നേരത്തെ പറഞ്ഞത്. ആ അനുഭവം ഒന്ന് പറയാമോ? വീട്ടിൽ ബിന്ദു ജോലി ചെയ്തിരുന്ന വീട്ടിലെ സ്വർണം കാണാതാകുന്നു. ഇത് കാണാതാകുമ്പോൾ ഉടനെ ബിന്ദുവിനെ സംശയിക്കുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവരെന്തിനാണ് ഒരു ശത്രുതാ മനോഭാവത്തിൽ ബിന്ദുവിനോട് പെരുമാറിയത്? അവർ എന്നെ 2 മാസത്തേക്ക് എന്നെ ജോലിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മാസത്തേക്ക് വരില്ല, ആഴ്ചയിൽ 3 ദിവസമാണെങ്കിൽ വരാം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഈ ഒരു വൈരാഗ്യമായിരിക്കാം എന്നെ കള്ളക്കേസിൽ കൊടുക്കണമെന്ന് അവർ വിചാരിച്ചിരുന്നു. ഒന്ന് ആ സംഭവം ഒന്ന് വിവരിക്കാമോ? എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? അതിനുശേഷം പോലീസ് വന്ന് എങ്ങനെയാണ് ബിന്ദുവിനോട് പെരുമാറിയത് എന്നൊക്കെ. 23-ാം തീയതി പറ്റ്പജ എന്ന് പറഞ്ഞ ഒരു വലിയ ഞാൻ ജോലിക്ക് പോയിട്ട് ബസ് അത് നിൽക്കുകയായിരുന്നു സ്റ്റാൻഡിൽ. അവിടെ അവരുടെ വീട്ടിനടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് പേരൂർക്കോട് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരുന്നു. ഫസ്റ്റിലത്തെ കോള് ഞാൻ എടുത്തില്ല, 2ാമത്തെ കോള് ഞാൻ എടുത്തു. ബിന്ദു ആണോയെന്ന് ചോദിച്ചു. ബിന്ദു ആണെന്ന് പറഞ്ഞു. പേരൂർക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സാർ പരാതി? അത് ഓമനാടാനുള്ള പരാതി തന്നിരിക്കണമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ അവരുടെ മകളെ ഞാൻ വിളിച്ചു, നിഷെ. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞ് ബിന്ദുവിന് 3 ദിവസം പൈസയുമായി സ്റ്റേഷനിൽ മമ്മി പോയിട്ടുണ്ട്, ബിന്ദു ഓടിച്ചില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ് ജോലിക്ക് വന്നത്, സ്റ്റേഷനിലല്ല. അതൊന്നും എനിക്കറിയത്തില്ല, ബിന്ദു ഓടിച്ചില്ലെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ലായിരുന്നു, ബസ്സിനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളായിരുന്നു. ഓട്ടോ വിളിച്ച് എനിക്ക് സ്റ്റേഷൻ എവിടെയെന്ന് കൂടി എനിക്കറിയില്ലായിരുന്നു. ഓട്ടോക്കാരനോട് ചോദിച്ചു, സ്റ്റേഷനിൽ എന്നെ അവിടെ കൊണ്ടെത്തിച്ചു. ഓട്ടോക്കാരന് പൈസ ആര് കൊടുത്തെന്നും എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോൾ അവരെ മകൾ നിധി എന്നെ നോക്കി സ്റ്റേഷൻ്റെ ഫ്രണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ എന്നെ ബസ്സിലെ വിളിക്കുന്നത് രാജീവ് വട്ട പറയുന്നുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥനാണ് ബസ്സിലെ ഫോൺ വിളിക്കുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഈ സാറും അവിടെ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ച് പെട്ടെന്ന് സ്റ്റേഷൻ ഈ SI പ്രസാദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു മകളും ഓമനാടാനിലും അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് മേഡം എന്ന് ചോദിച്ചു. ബിന്ദുവിൻ്റെ മാല കണ്ടില്ല, ബിന്ദുവാണ് എടുത്തത്. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരികയാണെന്ന് പറഞ്ഞു. എൻ്റെ ബാഗെല്ലാം പരിശോധിച്ച്, ബാഗെല്ലാം വെളിയിൽ വെച്ചിട്ട് എന്നെ അകത്തോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അതിനിടയ്ക്ക് എന്നെ ഒരു വനിതയും കൂട്ടി എന്നെ റൂമിൽ കൊണ്ടുപോയി. എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ചു. അതിനുശേഷം വീണ്ടും SIയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ SI പറഞ്ഞു, ഓമനാടാൻ മകൾ എന്ന് പറഞ്ഞപ്പോൾ മേഡം പുറത്തിരിക്കൂ എന്ന് പറഞ്ഞു എന്നോട് റൂമിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞിടയ്ക്ക് എന്നെ പച്ച ചീത്ത എന്നെ പറഞ്ഞു. അതിനിടയ്ക്ക് എന്നെ വേറൊരു വനിതയെ SIയും പോലീസിനെയും കൂട്ടി എന്നെ വേറെ റൂമിൽ കൊണ്ട് എന്നെ ചോദ്യം ചെയ്തു. അതിനുശേഷം വെളിയിൽ വന്നതിന് ശേഷമാണ് ഇപ്പുറത്ത് കുറേ പോലീസ് ഇരിക്കുകയായിരുന്നു. അവിടെ കൊണ്ടുപോയാണ് എൻ്റെ ഐഡൻറ്റി കാർഡ് ഒരു പോലീസ് വാങ്ങിച്ചുകൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടു തന്നിരുന്നു. അതിനുശേഷമാണ് മാനസികമായിട്ട് അവിടെ തൊട്ടാണ് അങ്ങ് മാനസികമായിട്ട് തകർന്നു. അതിനുശേഷം ആ മാല അവിടെ തന്നെ ഉണ്ടെന്ന് എപ്പോഴാണ് കണ്ടെത്തിയതായി ബിന്ദു അറിയുന്നത്? ഞാൻ പിറ്റേന്ന് ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞത് അവരെ വീട്ടിൽ തന്നെ മാല ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. ആര് പറഞ്ഞറിഞ്ഞു? എൻ്റെ ചേട്ടനോട് ഒരു റിട്ടയർഡായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരെ വീട്ടിൽ തന്നെ മാല ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമേ പറഞ്ഞുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് പിന്നെ പരാതിയില്ല എന്ന് അവർ എഴുതി കൊടുത്തോ പോലീസിൽ? ആ പരാതി അത് എന്നിട്ട് മാനസികമായി എല്ലാവരും ഭയങ്കര ചോദ്യമായിരുന്നു. അതിനുശേഷം എന്നെ അവിടെ കസേരയിൽ പോയിരിക്കാൻ പറഞ്ഞു. അവിടെ പോയിരുന്ന് അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നിട്ട് എന്നെ ഒരു 8:30 കൂടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല.
എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കളും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിളിച്ച് പറഞ്ഞില്ല. അങ്ങനെയാണ് പറഞ്ഞത്. മാല വീട്ടിലുണ്ടെന്ന് ഓമന ഡാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ റൂമെല്ലാം പരിശോധിച്ചിട്ട് അപ്പോൾ തന്നെ തിരിച്ച് കൊണ്ടുപോയ സമയത്ത് എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കളും ഉണ്ടായിരുന്നു. അവർ ഓട്ടോയിൽ വന്ന് നമ്മൾ കാറിലും പോയി. ഓമന ഡാലിൻ്റെ കാറിലാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നെ 4 പോലീസ് ഉണ്ടായിരുന്നു. യൂണിഫോം അല്ലാത്ത 4, 2 വനിതയും 2 ആൺപോലീസും ഉണ്ടായിരുന്നു. അവർ ആ കാറിലങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് എന്നെ ഒരു പോലീസ് ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അവിടെ കൊണ്ട് ചെന്നതിന് ശേഷം എന്നെ ഈ 4 പേരും കൂടി എന്നെ റൂമിൽ കൊണ്ടുപോയി. എന്നെ ചീത്ത പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നെ കയ്യോങ്ങി അടിക്കാൻ വന്നത്. പിന്നെ ഞാൻ പോലീസുകാരനെ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. പുരുഷ പോലീസാണ് മർദ്ദിക്കാൻ ഓങ്ങിയത് അല്ലേ? അടിക്കാൻ കയ്യോങ്ങിക്കൊണ്ട് വന്നത്. ഈ മാല വീട്ടിൽ കണ്ടെത്തിയ ശേഷം ഈ ഓമന ഡാനിയൽ ബിന്ദുവിനെ വിളിച്ചോ? ഇല്ല, ഇതുവരെയ്ക്ക് എന്നെ വിളിച്ചിട്ടേ ഇല്ല. ആരും വിളിച്ചിട്ടില്ല. അതിനുശേഷം ബിന്ദു ഇത് പരാതിപ്പെടാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന എപ്പോഴാണ് ബിന്ദു? ആ സ്റ്റേഷനിൽ വെച്ചാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. ഞാൻ ചെയ്യാത്തൊരു കുറ്റമൊലിമയുടെ അപ്പോഴേ ഞാൻ സ്റ്റേഷനിൽ വെച്ചു. ഞാൻ അവിടുന്ന് സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ആ പരാതിയിൽ എന്തായി? ആ പരാതി വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ഇത്. ശരി, ബിന്ദുവിന് അതിനുശേഷം ജോലിക്ക് പിന്നീട് പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? വേറൊരു ജോലി കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടായല്ലോ. അവസ്ഥയെ ഉണ്ടായി. ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ ബിന്ദു? ഒരു ജോലി വേണം മാഡം, അതാണ് എൻ്റെ അത്യാവശ്യം. ഇപ്പൊ ജോലി ആയിട്ടില്ല? ഇല്ല, ഞാൻ പോകുന്നില്ല മാഡം. 6 മാസം കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. ഇല്ല. പോവാതിരുന്നതാണോ ജോലി കിട്ടാതിരുന്നതാണോ ബിന്ദു? ജോലി പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ആരും വിളിക്കുന്നില്ല. ഏജൻസി വഴിയാണോ ജോലി ചെയ്തിരുന്നത്? ജോലി ഉണ്ടെങ്കിലേ മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ മാഡം. ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റും. ഏജൻസി വഴിയാണ് ഞാൻ കബഡിയുടെ വീട്ടിൽ പോയിരുന്നത്. ഇവർ ഓമന ഡാലിൽ വീട്ടിൽ പോയത് എൻ്റെ ഫോണിലൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി നോക്കിയാണ് ഞാൻ പോയത്. ഇപ്പോൾ അത് കാരണം ഏജൻസി വിളിക്കുന്നില്ല അല്ലേ? ഇല്ല, ഏജൻസിയിൽ ജോലി കൊടുക്കില്ലെന്നാണ് പ്രസിഡന്റ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞു. അത് ഞാൻ ശ്രുതി എന്നാണ് പോയത്. പേരൂർക്കൂടെ ഒരു ശ്രുതി ഓഫീസുണ്ട്. അതിലാണ് ഞാൻ ആദ്യം കൊടപ്പനക്കുന്നിൽ പോയത്. ബിന്ദുവിന് സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് ബിന്ദു? ഇപ്പോൾ വിളിച്ച് പറഞ്ഞ് അവിടെ ജോലി കൊടുക്കില്ല. ഞാൻ ജോലിക്ക് പോയ വീട്ടിൽ എനിക്ക് നീതി കിട്ടണം, ഇവരെ ശിക്ഷിക്കണം. എൻ്റെ ജോലി നഷ്ടപ്പെടുത്തി. ഞാൻ നീതിക്കാണ് ഞാൻ പോരാടും തന്നെ മാഡം. ആത്മാഭിമാനം എല്ലാവർക്കും പ്രധാനമാണ്. ആത്മാഭിമാനം മുറിപ്പെട്ടപ്പോഴാണ് ബിന്ദു പരാതിപ്പെടാൻ തയ്യാറായത്. പാവപ്പെട്ട ഒരു ദളിത് സ്ത്രീയാണ്. അവർ ജോലിക്ക് വേണ്ടി ഇനി ജോലി കിട്ടാത്ത അവസ്ഥയാണ്. ആ ഏജൻസി ഇപ്പോൾ ആളെ വിളിക്കുന്നില്ല. ബിന്ദുവിൻ്റെ വാർത്ത ഞങ്ങളാണ്, റിപ്പോർട്ടറാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷം പോലീസുകാരുടെ ഭാഗത്തുനിന്നാണ് വീഴ്ച എന്ന് കണ്ടെത്തിയത്. അതിന്മേലും നടപടി ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന നേരത്തെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞതുപോലെ പോലീസുകാർക്കെതിരെ സസ്പെൻഷനിലപ്പുറം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊന്നുമില്ല. പോലീസ് അച്ചടക്കം ലംഘിക്കുകയാണെങ്കിൽ അച്ചടക്ക നിയമം 36 പ്രകാരം IG-ക്ക് പിരിച്ചുവിടാമെന്നൊരു ചട്ടമുണ്ട്. അത് ആരൊക്കെ നടപ്പാക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.